നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ സീറ്റുകൾക്കായി ആവശ്യമുന്നയിച്ച് മുന്നണികളിൽ ഘടകകക്ഷി പോരാ. UDF-ൽ സീറ്റ് ആവശ്യം ശക്തമാക്കി മുസ്ലിം ലീഗ്. പാലക്കാട് ഇക്കുറി വിജയസാധ്യതയുള്ള പട്ടാമ്പി സീറ്റിൽ നീക്കുപോക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. അതേസമയം പത്തനാപുരം സീറ്റിൽ ഇത്തവണ ജ്യോതികുമാർ ചാമക്കാല മത്സരിച്ചേക്കും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ അയോഗ്യനായതോടെ തിരുവനന്തപുരം സീറ്റ് CPIM ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. UDF-നും LDF-നും ഇത് ജീവൻ മരണ പോരാട്ടം. നേരത്തെ കളം നിറഞ്ഞ് നിയമസഭ പിടിച്ചെടുക്കാൻ UDF കരുനീക്കുമ്പോൾ മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നു. വിജയസാധ്യതയുള്ള സീറ്റുകൾ ആവശ്യപ്പെട്ട് ലീഗ് പിടിമുറക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നിയോജകമണ്ഡലം ഇക്കുറി ലീഗിന് നൽകണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. ഒരു മുസ്ലിം വോട്ടുകളിൽ ഒരു ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിന് പുറമെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെന്നും UDF യോഗത്തിൽ ലീഗ് ഈ ആവശ്യം ഉയർത്തുമെന്നും ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി. ലീഗിന് സീറ്റ് നൽകിയാൽ ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം, ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമ്മതി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രതികരിക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം പത്തനാപുരം സീറ്റിൽ ജ്യോതികുമാർ ചാമക്കാല വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. മണ്ഡലത്തിൽ സജീവമായ നേതാവെന്ന നിലയിൽ പരിഗണന ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ തവണ തോറ്റ ജ്യോതികുമാറിന് പകരം അച്ചു ഉമ്മൻ, സാജുഖാൻ എന്നിവരെ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ആദ്യഘട്ടം പൂർത്തിയായെന്നും ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തുവിടുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ഞാൻ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മുൻകാലത്ത് വ്യത്യസ്തമായ സ്ക്രീനിംഗ് കമ്മിറ്റി AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനുവരി ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലത്ത് ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാറില്ല. അത് തന്നെ നൽകുന്ന സന്ദേശം എന്താ? നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ AICC അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനമെടുക്കുക. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഉള്ള അധികാരം ഇക്കാര്യത്തിലില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ഡിസിഷൻ എടുക്കണം. MPമാർ മത്സരിക്കണമോ വേണ്ടയോ. MPമാർക്ക് മത്സരിക്കാം എന്ന് വരുമ്പോൾ മാത്രമാണ് ഇനി അതിൽ ഏത് MPക്ക് മത്സരിക്കാൻ കഴിയുന്നു അതിൽ ചർച്ചയിലേക്കൊക്കെ പോകും. യുവാക്കൾക്ക് പ്രാധാന്യം ലഭിക്കുമെന്ന് പ്രതീക്ഷ പങ്കുവച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. അതേസമയം തൊണ്ടിമുതൽ തിരിമറി കേസിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആന്റണി രാജു അയോഗ്യനായതോടെ തിരുവനന്തപുരം സീറ്റെടുക്കാനാണ് CPM-ന്റെ നീക്കം. LDF യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.